വലുതേത്? 2 ഘാതം -1 ഘാതം 2 ഹോൾ ഘാതം 2, 2 ഘാതം -2 ഘാതം -1 ഹോൾ ഘാതം 2, 2 ഘാതം -1 ഘാതം 0 ഹോൾ ഘാതം 2, 4 ഘാതം 0 ഘാതം -1/2 ഹോൾ ഘാതം 2. 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാ വലുത് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യത്തെ ചെയ്യാം. ആദ്യത്തെ 2 ഘാതം -1 ഘാതം 2 ഹോൾ ഘാതം 2. അതായത് ഒരു പാദസംഖ്യയ്ക്ക് 3 കൃതികളാണ്. ഒരു പാദസംഖ്യയ്ക്ക് ഒരു കൃതിയിൽ കൂടുതൽ വന്നാൽ 1 2 3 കൃതിയുണ്ട്. നമ്മൾ ആ കൃതികളെല്ലാം കൂടി കുടിച്ചാൽ മതി. അപ്പോൾ 2 ഘാതം നേരിട്ട് ഇതെല്ലാം കൂടി കുടിക്കുക. -1 × 2 × 2. അതുപോലെ അടുത്തത് ഇതുപോലെയാണ്. പാദസംഖ്യ എഴുതുക, കൃതികളെല്ലാം കൂടി കുടിക്കുക. -2 × -1 × 2, -2 × -1 × 2. അടുത്തത് 2 ഘാതം -1 × 0 × 2, -1 × 0 × 2. അടുത്തത് 4 ഘാതം 0 × -1/2 × 2, 0 × -1/2 × 2. 2 ഘാതത്തെ എല്ലാം കൂടി ഗുണിക്കുമ്പോൾ 4 × -1 എന്ന് വരും. 2 ഘാതം ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ -2 × -1 +2 വരും. × 2 +4. 2 ഘാതം ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ 0 വരും. 4 ഘാതം ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോഴും 0 വരും. ഇനി നമുക്ക് കൃത്യംഗ നിയമപ്രകാരം x ഘാതം 0 = 1. അതായത് ഏതെങ്കിലും ഒരു പാദസംഖ്യ വന്നിട്ട് കൃതി 0 ആയാൽ ഉത്തരം 1 ആയിരിക്കും. ഇവിടെ പാദസംഖ്യ 4 ആണെങ്കിലും കൃതി 0 ആണ്, ഉത്തരം 1. ഇവിടെ പാദസംഖ്യ 2 ആണ്, പക്ഷെ കൃതി 0 ആകുമ്പോൾ ഉത്തരം 1 ആണ്. അപ്പോൾ ഈ 2 ഉത്തരങ്ങളും 1 ആണ്. 2 ഘാതം 4 തവണ കുടിക്കുക. 2 × 2 × 2 × 2 16 എന്ന് കിട്ടും. 2 ഘാതം -4 x ഘാതം -m. ഇത് കൃത്യംഗ നിയമപ്രകാരം 1/x ഘാതം m ആണ്. അതായത് ഒരു പാദസംഖ്യയ്ക്ക് കൃതി നെഗറ്റീവ് വന്നാൽ നമ്മൾ അതിനെ ഈ നെഗറ്റീവ് ചിഹ്നം കളയാൻ 1/ എന്നിട്ട നെഗറ്റീവ് ചിഹ്നം കളഞ്ഞെഴുതിയാൽ മതി. x ഘാതം -m 1/x ഘാതം m. അതുപോലെ 2 ഘാതം -4 നെഗറ്റീവ് കളയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/2 ഘാതം 4 = 1/2 ഘാതം 4 16. നമുക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടി. ചോദ്യം എന്താ? ഇതിൽ ഏറ്റവും വലുത് 1/16 16 1 1. ഇതിൽ ഏറ്റവും വലുത് 16 ആണ്. അതായത് നമ്മുടെ ചോദ്യത്തിൽ ഏതാണ്? രണ്ടാമത്തെ ഈ തന്നയിൽ ഇതാണ് ഏറ്റവും വലുത്.